യഥാർത്ഥത്തിൽ ഈ ഉരുൾപൊട്ടലിൻ്റെ ഏറ്റവും വ്യാപകമായ നാശനഷ്ടം അനുഭവിച്ചൊരു സ്ഥലമാണ് പുഞ്ചിരിമട്ടം. ഷബീദ് റാവുത്തർ ചേരുന്നു. ഷബീദ്, അവിടെ നിന്നുള്ള അപ്ഡേറ്റ്സ് എന്താണ്? ഇന്ന് തെരച്ചിൽ അവിടെ എത്രമാത്രം നടക്കുന്നുണ്ട്? എസ്കെൻ, നമുക്കിവിടുത്തെ ഒരു റിയാലിറ്റി പറയുകയാണെങ്കിൽ ഇന്ന് പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലുമൊക്കെ കാര്യമായ തെരച്ചിൽ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. മാത്രമല്ല ആർമി ഉദ്യോഗസ്ഥർ വലിയ രീതിയിലൊന്നും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്നുള്ളൊരു അപ്ഡേഷൻ കൂടി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയും. നമ്മൾ രാവിലെ 8:30 ഇവിടെ എത്തിയതാണ്. ആ സമയം മുതൽ ഇതുവരെ വലിയ രീതിയിലുള്ള തെരച്ചിലൊന്നും നടക്കുന്നില്ല. ഹിറ്റാച്ചുകൾ ഉണ്ടെങ്കിലും ഹിറ്റാച്ചുകൾ കാര്യമായി പ്രവർത്തിക്കുന്നുമില്ല. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന എസ്കെൻ, ഈ മന്ത്രി കെ രാജൻ, AK ശശീന്ദ്രൻ തുടങ്ങിയ മന്ത്രിമാരുടെ സംഘം അവർ ഈ പുഞ്ചിരിമട്ടത്ത് എത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരിൽ ചിലരും എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ കരുതുന്നത് അവരിതുമായി ബന്ധപ്പെട്ട തെരച്ചിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ള പുരോഗതി വിലയിരുത്തുകയാണ്. മാത്രമല്ല ഇവിടുത്തെ സാധ്യതകളടക്കമുള്ള കാര്യങ്ങൾ അതും അവർ പരിശോധിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പ്രദേശത്ത് കാടിളക്കിയുള്ള പരിശോധന നമ്മൾ കണ്ടതാണ്, തിരച്ചിൽ നമ്മൾ കണ്ടതാണ്. ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ടും അതേപോലെ വലിയ വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഇവിടെ ആകെ മണ്ണൊക്കെ മാറ്റി, മണ്ണും വലിയ പാറക്കല്ലുകളുമൊക്കെ മാറ്റി പരിശോധന നടത്തി. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായി ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ഈ മൃതദേഹങ്ങളടക്കമുള്ള കാര്യങ്ങൾ കിട്ടിയിരുന്നില്ല. ഇന്നലെയാണ് മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് ഈ മനുഷ്യ ശരീരഭാഗമെന്ന് സംശയിക്കുന്ന ഒരു അവയവം കിട്ടിയത്. അതേസമയം ഈ പുഞ്ചിരിമട്ടത്തേക്ക് ഈ ക്യാമ്പിൽ നിന്നും കുടുംബങ്ങളെ എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവർക്ക് സംശയമുള്ള സ്ഥലങ്ങളടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തണമെന്ന് എത്തിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെയും ആ നടപടിയും നടന്നിട്ടില്ല. ഈ മുണ്ടക്കൈയിലേക്ക് 2 കുടുംബങ്ങളെ എത്തിച്ചിരുന്നു ഇന്ന് രാവിലെ. പക്ഷേ അവർ വന്നതും അവർ അങ്ങ് തിരികെ മടങ്ങിപ്പോയി. കാരണം അവർക്കത് കണ്ട് സഹിക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. അതുകൊണ്ട് അവർ മടങ്ങിപ്പോയി. ഏതായാലും ഈ പുഞ്ചിരിമറ്റത്തും മുണ്ടക്കൈയിലും വലിയ തിരച്ചിലില്ല. അതേസമയം ഡ്രോൺ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും എന്ന് കഴിഞ്ഞ ദിവസവും കളക്ടർ ആവർത്തിച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് കൂടുതൽ വിവരങ്ങൾ അത് നമുക്കിവിടെ നിന്ന് ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയില്ല. അതേസമയം ഈ മന്ത്രിമാരുടെ സംഘമൊക്കെ മടങ്ങിയതിനു ശേഷം വീണ്ടും ഈ ഭാഗത്ത് തിരച്ചിൽ തുടരും. ഈ DYFI വോളണ്ടിയേഴ്സ് അതേപോലെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകരും അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് ഇപ്പോൾ വരുന്നുണ്ട്. അവരൊക്കെ മുകളിലേക്ക് കയറി പോവുകയാണ്. മുകളിൽ എന്തെങ്കിലും വീടുകൾ, അവിടെ ഈ ചിതറിക്കിടക്കുന്ന വീടുകളിലടക്കം സർട്ടിഫിക്കറ്റുകൾ, അവർക്ക് ആവശ്യമായിട്ടുള്ള രേഖകൾ അതടക്കമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ശേഖരിക്കുക, അതൊക്കെ തിരികെ ഈ ക്യാമ്പിലേക്ക് അടക്കം എത്തിക്കുക, ആ പ്രവൃത്തി മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും മന്ത്രിമാരുടെ സംഘം അവർ അവിടെ നിൽക്കുകയാണ്. മന്ത്രിമാരുടെ സംഘം അതിനപ്പുറത്തേക്ക് വലിയ അപ്ഡേഷൻ നമുക്കിവിടെ നിന്ന് ഇപ്പോൾ നൽകാൻ കഴിയുന്നില്ല.